10 വർഷത്തിന് ശേഷമാണ് ഇന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. അനീഷിന്റെ പുന്നൂർക്കോണം പോർച്ചുഗൽസും പാറോട്ടോണം അർജന്റീനയും തമ്മിലാണ് മത്സരം. ഗൈസ്, നമ്മളെ ടീമിന്റെ വല കാക്കാനായിട്ട് അറിയാലോ, ബോളുകൾ ഈ കൈകളിലുള്ളിൽ സുരക്ഷിതമാണ്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. ഇനി ഇവർക്ക് എൻ്റെ ഒരു സമ്മാനമുണ്ട്. അതായത് ഗോൾ അടിക്കണവര് ഗോൾ കയറുന്നതനുസരിച്ച് ഇവന്മാര് അടുത്ത സ്റ്റേജിലോട്ട് പൊക്കോണ്ടിരിക്കും. ഗോൾ അടിച്ച് കയറ്റാത്തവന്മാർ ഔട്ട്. അവസാനം വരെ എത്ര ആൾക്ക് എൻ്റെ പുതിയ ഇന്ന് വാങ്ങിച്ച ബൂട്ട് ഞാൻ മാർക്ക് കൊടുക്കും. അതാരായിരുന്നു? ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഞാൻ 10 വർഷത്തിന് ശേഷമാണ് ഇന്ന് ഫുട്ബോൾ കളിക്കാൻ വേണ്ടി ഇറങ്ങുന്നത്. 10 വർഷം മുമ്പ് കളി നിർത്താനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തൻ കാലുകൊണ്ട് വെച്ചിട്ട് ഞാൻ വന്ന് വീണായിരുന്നു. അതിനുശേഷം എനിക്ക് പിന്നെ പേടിയായിട്ട് ഞാൻ പിന്നെ കളിച്ചിട്ടില്ല. അനീഷ്, ഞാൻ ഇടയ്ക്ക് എപ്പോഴൊക്കെ കളിച്ചിട്ടുണ്ട്. ഇതുമായിട്ടൊരു ബന്ധമില്ല. നമ്മൾ ഫുട്ബോൾ കളി കാണുന്നേ ഉള്ളൂ. ഞാൻ കാഴ്ചയൊക്കെ കുറവാണ്, ഹൈലൈറ്റ്സ് ആണ് ഞാൻ കൂടുതലും കാണുന്നത്. പിന്നെ ഞാൻ പോർച്ചുഗൽ ഫാനാണ്. പിന്നെ തർക്കിച്ച് നിൽക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ അർജന്റീന. അനീഷിന്റെ ടീം എന്ന് പറഞ്ഞാൽ പണ്ട് തൊട്ടേ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ താഴെ അനീഷിന്റെ ഒരു ടീം ഉണ്ടാവും, എൻ്റെ അവിടുത്തെ ടീം ഉണ്ടാവും. അനീഷിന്റെ പുന്നൂർക്കോണം. പക്ഷെ ഇത് അതിലുള്ള ആൾക്കാരൊന്നും ഇല്ല, ഇവന്റെ വീടിന്റെ ഏരിയയിലുള്ള പിള്ളേരും, അതായത് താഴെയും മുകളിലും. നമ്മൾ മുകളിലോട്ട് കിടക്കുന്ന ആൾക്കാർ ഫുള്ള് ഒരു ടീമും, താഴെ അനീഷിന്റെ അവിടെ, അതായത് പുന്നൂർക്കോണം പാറോട്ടോണം. അപ്പൊ രണ്ടും അങ്ങനെ സ്ഥലത്തുള്ള ആൾക്കാർ തമ്മിൽ ഇങ്ങനെ മാച്ച് വെക്കാൻ പോകണം. വർഷങ്ങൾക്ക് ശേഷം കളിയൊന്നും കണ്ട് നിങ്ങൾ കളിയില്ല ഒരുത്തല്. നമ്മൾ പ്രൊഫഷണൽസ് അല്ല, പ്രൊഫഷണലും അല്ല, നമുക്ക് ചുമ്മാ ഒരു സന്തോഷം. ഇപ്പൊ ഫിഫ അല്ലേ, ഫിഫ നടക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഒരു ഫുട്ബോൾ മാച്ച് വെക്കാം. അപ്പൊ കളിച്ചിട്ട് ഒരുപാട് നാളായതുകൊണ്ട് ഞാൻ പോയിന്ന്, എനിക്ക് ഓൾറെഡി കാലിന് വയ്യാത്തോണ്ട് 2 സാധനം കൂടി മേടിച്ചിട്ട് ഇനി അറിഞ്ഞൂടെ, ഇതോടുകൂടി മിക്കവാറും കളിയിൽ നിന്നൊക്കെ മിക്കവാറും വിരമിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് എല്ലാം ബൂട്ട് 10 വർഷത്തിന് ശേഷം ബൂട്ട് ഞാൻ പുതിയ ഒരെണ്ണം മാറ്റി. എന്തായാലും ഒന്ന് കളിച്ച് നോക്കാം. അനീഷിന്റെ പുന്നൂർക്കോണം പോർച്ചുഗൽസും പാറോട്ടോണം അർജന്റീനയും തമ്മിലാണ് മത്സരം. പക്ഷേ തൊലച്ചിരി ഗോൾ വലകൾ ഇപ്പോഴേ പൊത്തിരിക്കണത് പൊത്തുന്ന് പോകും. നമുക്കിപ്പോൾ ടോസ് ഇട്ട് കളി തുടങ്ങാം. ഗൈസ്, നമ്മളെ ടീമിന്റെ വല കാക്കാനായിട്ട് അറിയാലോ, ബോളുകൾ ഈ കൈകളിലുള്ളിൽ സുരക്ഷിതമാണ്. ആയാ മതി. എന്നിട്ട് ഇതാറ്റ ബോളാറ്റ പിടിക്കാൻ, അല്ലെങ്കിൽ ഗോളിയെ മാറ്റിയിട്ട് നമ്മൾ കാർത്തിക് ഉണ്ട് നമ്മളെ കൂടെ, പ്രൊഫഷണൽ നമ്മളെ ഗോളിയാണെന്നാണ് അവൻ പറയുന്നത്, എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ പുള്ളി കണ്ട തുടങ്ങിയ പ്രഹസനം. പിന്നെ നമ്മളെ ടീമില് ഫോർവേഡ് ഞാനും ഗണപതിയാണ്. ബാക്കി ഡിഫൻസ് സഞ്ജു. ഡിഫൻസ് അവരുടെ ടീമിൽ റൊണാൾഡോ ആയിക്കാണ്. ഞാൻ ബാഗിലാണ്. ഡിഫൻസാ, ഞാൻ തട്ടിയിട്ടങ്ങ് പോകും.
ബോളുകൾ ഈ കൈകളിലുള്ളിൽ സുരക്ഷിതമാണ്. ഞാൻ പോണേണ്. ഞാൻ അപ്പഴേ പറഞ്ഞു കളിക്കാറുണ്ടോ കളിക്കാറുണ്ടോ. ഇതിപ്പോ എട്ടിന് കളിയായ കാട്ടിന്ന് മാറ്റി. ഇല്ല ബോൾ അടിച്ചെങ്കിൽ ഇങ്ങനെ സൂന്നൊക്കെ കാണീര്. മനസ്സിന് നീ റൊണാൾഡോ ആണെങ്കിലും കാലനങ്ങളില്ല. എനിക്ക് അറിഞ്ഞോടെന്നെങ്കിലും പറയാം. നീ കളിക്കാൻ പോണല്ലടാ. അത് പൊളി അത് പൊളി. പ്രൊഫഷണൽ പ്ലെയർ ഒരാൾ പുറത്തുണ്ട് കേട്ടാ. ഹലോ, ഒരാൾ പുറത്തുണ്ട്. നേരെ അറിഞ്ഞൂടെ കളഞ്ഞിട്ട് പാടേ. ഓ കമൺ സഞ്ജു. അവിടെ പോസ്റ്റ് ആരുമില്ല, പോസ്റ്റ് ആരുമില്ല. അവനാകെ ഇൻസ്റ്റയിൽ ബ്ലോക്ക് ചെയ്യാൻ മാത്രമേ അറിയാവുള്ളൂ. എന്തൊരു പാഴന്മാര്. 0-3 ഇത്ര കളിക്കറിയാവുന്നമാര്. Nice move, bro. Nice move. മാറില്ല മാറില്ല.
തിരിച്ചോ സ്റ്റോപ്പിട്ടടിയടാ ബോൾ. കൊള്ളാടാ എന്നെ അവിടെ ടീം എടുക്കും. ചുവപ്പ് ജേഴ്സിയൊക്കെ ഉണ്ട്. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. അരമണിക്കൂർ ഹാഫ് ടൈം കളിച്ചു. സ്റ്റാമിന കുഴപ്പമില്ല, പക്ഷേ നടക്കില്ല. നടക്കില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ, നമ്മളെ ടീമിൽ പിന്നെ ഗോളി ബിജോയൊക്കെയാണ്. നമ്മരടിച്ച് 7 കൂടെ അവന്മാരിങ്ങനെ വേണം 100. എട്ടായി 7 അപ്പ് കഴിഞ്ഞ് 8 അപ്പായി. മിക്കവാറും 10-12 അടിക്കും. അയ്യോ, ഞാൻ കളിക്കാൻ ഇറങ്ങിയിട്ടില്ല. അടുത്ത ആളെ ഞാൻ ഇറങ്ങാം. നിങ്ങൾ കയറിയില്ലേ? അത് ഞാൻ ഇറങ്ങാം. ഞാൻ നിന്നിട്ട് അവിടെ കയറിയില്ലേ, ഗോളിയായിട്ട് നിർത്തിയിട്ട് എവിടെ ഇറങ്ങി കൈ കൊണ്ട് പിടിക്കാന്ന് വിചാരിച്ചാ. എനിക്കറിയാമോ, ഞാൻ വല്ല കളിപ്പാനും വേണം. കോഴിയെ പിടിക്കാൻ പോണ്ടാ ബോൾ വരുമ്പോ. എനിക്കിതെല്ലാം അറിയാമോ? അതെ, എന്റർടൈൻമെന്റ് പർപ്പസ് ഉള്ളു. എല്ലാവർക്കും ചിരിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന ഒരു ഫുട്ബോൾ. അത്രയായിട്ട് കളിക്കാൻ അറിയാവുന്ന കളിച്ചതാണ്ട. അയ്യോ, അമ്മ പള്ളിയിൽ സ്ഥിരം കളിക്കണേ. നമ്മുടെ അടുത്ത് പറയണ പൂളു ഈ ടീമിൽ കയറാൻ വേണ്ടിട്ട് പതയം വന്ന് വീണാണ്. കളി നിർത്തടാ. ആ ഫയൽ മാത്രം നിങ്ങളെ പോസ്റ്റ് കിട്ടാ ബോളത്. ചെറുക്കനെ വെട്ടി വില കുഴിയില് പുറ ശല്യം.
എത്ര ഗോളായി? 12-0. പിന്നെ ഗോൾ. ഒരാളെ പിടി ലിഗി ആളെ പിടി. പുന്നൂർക്കാണ് ഫുള്ള് ചന്തിക്കളിയാണ് കേട്ടാ. ലാസ്റ്റ് മിനിറ്റ് വന്നെങ്കിലും അടി ഇതെങ്കിലും അടി. $16-0 എണ്ണി വെച്ചു. 0.
നമ്മളെ പ്രതീക്ഷകളല്ല ഇവർക്കായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും ബെസ്റ്റ് പ്ലെയർ ജസ്റ്റിൻ തന്നെ. എവിടെ ബൂട്ടും ഇട്ടോണ്ട് വന്ന അർജന്റീന ജസ്റ്റ് അവരെ കയ്യിൽ പൈസ വാങ്ങിച്ചു. യവന്മാർക്ക് കുറെ മൂലങ്ങൾ കൊടുത്ത് എത്ര അടി കിട്ടിയാലും കല്ലിക്കാത്ത കുറെ എണ്ണം. നമ്മളതില് മല ഒരുത്തുണ്ട്, മലയെന്ന് പേര് കിടക്കാൻ അനങ്ങളില്ല. ഫൈനലി അനീഷിന്റെ ടീം ജയിച്ചിരിക്കുന്നു. ഫുട്ബോൾ മാച്ച് നമ്മൾ തോറ്റ സ്ഥിതിക്ക് ഒരു പെനാൽറ്റി ഷൂട്ടൗട്ട് ചലഞ്ചും കൂടി വെക്കാൻ വിചാരിച്ചു. കാരണം ഇനി ഫുട്ബോൾ കളിയില്ല, വയ്യ, ക്രിക്കറ്റ് ആണ് സുഖം. ഇതൊക്കെ ഓടണവന്മാർ സമ്മതിച്ചു കൊടുക്കണം. അപ്പോൾ അടുത്ത് നമുക്ക് പെനാൽറ്റി ചലഞ്ചാണ്. നീക്കാണ് അടിക്കാൻ പോകുന്നത്, അനീഷിന്റെ ടീമിനാണ്. പുന്നൂർക്കുടത്തിന് വേണ്ടി മറ്റേ കാല് പൊങ്ങല്ലേ, എനിക്ക് ഫൗളാണ്. അവരുടെ ടീമിലെ മല ഒന്നും മങ്ങില്ല. കിഴങ്ങ് പ്രൊഫഷണലായിട്ട് കളിക്കാൻ വന്ന ഒരാളെ ഉള്ളൂ നമ്മളെ കൂട്ടത്തില്. ഗാർഡ്, ഗോൾഡൻ ബൂട്ട്. ഇതൊന്നും ഇല്ലാതിട്ട് ഒരു കാര്യമില്ല, ഒരു സ്പോർട്സിലും ഇല്ല. രണ്ടാമത് 40 വയസ്സുകാരൻ അറിയാല്ല, ഇക്വിറ്റിയുടെ കഥ അറിയാല്ല. അതാണ് അല്ല, ജസ്റ്റ് ഹെയർ കട്ട് വരെ അതിന് വേണ്ടി ചെയ്തിട്ട് പറഞ്ഞപ്പോ ഇന്ന് വെട്ടിയ മുടിക്കെട്ടാണ്. വെറുതെ അനീഷ് ആനയുടെ കാപ്പുള്ളവൻ. Ready, 1, 2, 3, start. Ready, 1, 2, 3, start. Ready, 1, 2, 3, start. പെനാൽറ്റി ഷൂട്ടൗട്ട് നമ്മൾ ജയിച്ചു. ഞാനില്ലേ പെനാൽറ്റി നമ്മൾ ജയിക്കും. സത്യം പറയാനാ, ഞാൻ ഒരു ഫൈറ്റ് പ്രതീക്ഷിച്ചു. സത്യമായിട്ട് ഫൈറ്റ് പ്രതീക്ഷിച്ചു. ഓക്കെ, നമുക്ക് ഫൈറ്റ് കൊടുക്കാം, ക്രിക്കറ്റ് മാച്ച് കളിക്കാം ഈ ടീമായിട്ട്. നമ്മളൊക്കെ 10 വർഷത്തിന് ശേഷം കളിക്കണേണ്. നമ്മൾ തോൽവി സമ്മതിച്ചു കൊടുത്തു. എനിക്കിത് കളിക്കാൻ വലിയ അറിഞ്ഞൂടാ, ആഗ്രഹം കൊണ്ട് കളിക്കാൻ ഇറങ്ങി, അത്രേ ഉള്ളൂ. നമ്മുടെ ടീമിലെ റോബർട്ടോ കാർലോസ്. ഇനി ചലഞ്ചുണ്ട്. ഗൈസ്, ഇനി ഇവർക്ക് എൻ്റെ ഒരു സമ്മാനമുണ്ട്. അതായത് ഇവന്മാർ ലൈനായിട്ട് നിന്ന് ഗോൾ അടിക്കണം. ഗോൾ അടിക്കുന്നവർ ഗോൾ കയറുന്നതനുസരിച്ച് ഇവന്മാർ അടുത്ത സ്റ്റേജിലോട്ട് പൊക്കോണ്ടിരിക്കും. ഗോൾ അടിച്ച് കയറ്റാത്തവന്മാർ ഔട്ട്. അവസാനം വരെ എത്ര ആൾക്ക് എൻ്റെ പുതിയ ഇന്ന് വാങ്ങിച്ച ബൂട്ട് ഞാൻ മാർക്ക് കൊടുക്കും. അതാരായിരുന്നു? ഒന്നും പൊങ്ങിയില്ല. സമയം പോയടാ. അടുത്ത സെക്കൻഡ് സ്റ്റേജ് ആണ്. ഇനി 3 പേർ അടുത്ത സ്റ്റേജ്. ഒന്നുകൂടി ബാക്ക്. ഇന്ന് വാങ്ങിച്ച ഷൂസുമായി. ഷൂസ് അല്ല, ബൂട്ട്.
10 വർഷത്തിന് ശേഷമാണ് ഫുട്ബോൾ എന്ന് കളിക്കാൻ ഇറങ്ങിയത്. എൻ്റെ അമ്മ ഓടി ഊപ്പാട് വന്ന് ഏകദേശം 1 മണിക്കൂർ അടുപ്പിച്ച് കളിച്ചു. ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈലൈറ്റ്സ് കട്ട് ചെയ്താണ് നമ്മൾ കാണിക്കുന്നത്. വയ്യ, എന്തായാലും ഒരുപാട് നാൾക്ക് ശേഷം എൻജോയ് ചെയ്തു കേട്ടോ. വീണ്ടും കളിക്കാൻ ഒരു ത്വരയുണ്ട്, പക്ഷേ എങ്കിലും ക്രിക്കറ്റ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം അല്ലെ ഇഞ്ചുറി വന്നാൽ പിന്നെ അത് നടക്കില്ല ഇത് നടക്കില്ല, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട് ഫുട്ബോൾ കളിക്കുമ്പം. അത് അറിയായിരിക്കും, ചെറിയ വീഴ്ച മതി. പിന്നെ എൻ്റെ കൂട്ടുകാരൻ അതുപോലെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഏകദേശം ഫുട്ബോൾ കളി ഞാൻ നിർത്തിയത് തന്നെ. കാരണം ഇതണക്ക് വീണ് അവൻ്റെ ലിഗമെന്റ് ടയർ വന്ന് പിന്നെ അവന് കളിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടൊക്കെ എനിക്കൊരു പേടിയാണ്. ഇപ്പം ഇന്ന് നമ്മളെ പയ്യന്മാരായതുകൊണ്ടാണ്, ഒരിക്കലും നമ്മൾ പ്രൊഫഷണൽ പ്ലേയേഴ്സ് അല്ല, നമ്മൾ ജസ്റ്റ് ഫോർ ഫണ്ടിന് വേണ്ടി കളിക്കാൻ വന്നതാണ്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ഗൈസ്. നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ഗൈസ്, ലവ് യു.